പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസിൻ്റെ 10ാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ 2ാം ഭാഗമാണ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്? A stock exchange is an institution which provides a platform for buying and selling of existing securities. As a market, the stock exchange facilitates the exchange of securities like shares, debentures, and convert into money and vice versa. Here the shares or debentures are converted into money, or money can be converted into shares and debentures with the help of this market. Stock exchange helps companies to raise finance, provide liquidity and safety of investment to the investors, and enhance the creditworthiness of individual companies. നിലവിലുള്ള ഓഹരികൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും വേദിയൊരുക്കുന്ന സ്ഥാപനങ്ങളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ഈ സ്ഥാപനങ്ങളാണ് ഓഹരികൾക്ക് വിപണന സാധ്യതകൾ ഒരുക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സെക്യൂരിറ്റികൾക്ക് ദ്രവണതയും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ദ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് ഓഫ് 1956, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മീൻസ് എനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്, കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് അസിസ്റ്റിംഗ്, റെഗുലേറ്റിംഗ് or controlling the business of buying and selling or dealing in securities. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ച് നൽകിയിരിക്കുന്ന നിർവചനമാണിത്. 1956 സെക്യൂരിറ്റീസ് കരാർ നിയന്ത്രണ നിയമം അനുസരിച്ച് സെക്യൂരിറ്റികളുടെ വിൽപ്പന, വാങ്ങൽ, മറ്റിടപാടുകൾ എന്നിവയെ സഹായിക്കാനും നയിക്കാനും നിയന്ത്രിക്കാനുമായി വ്യക്തികൾ ചേർന്ന് രൂപീകൃതമായ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതോ അല്ലാത്തതോ ആകുന്ന ഒരു സമിതിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമതായി, പ്രൊവൈഡ് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ടു എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. നിലവിലുള്ള ഓഹരികൾക്ക് ദ്രവണതയും വിപണന ശേഷിയും പ്രദാനം ചെയ്യുന്നു. The basic function of stock exchange is the creation of a continuous market where securities bought and sold. This provides liquidity and easy marketability to already existing securities in the market. ഓഹരികൾ വിൽക്കാനും വാങ്ങാനുമുള്ള സ്ഥിരമായ തുടർച്ചയുള്ള ഒരു വിപണിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെ ലഭിക്കുന്നത്. നിക്ഷേപകർക്ക് ആവശ്യമനുസരിച്ച് ഓഹരികൾ വിറ്റ് പണമാക്കാനും കൈവശമുള്ള പണം ഓഹരികളിൽ നിക്ഷേപിക്കാനും ഇതിലൂടെ കഴിയും. സെക്കൻഡ്ലി, പ്രൈസിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ഓഹരികളുടെ വില നിർണ്ണയനമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ രണ്ടാമത്തെ കർത്തവ്യം. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് സെർവ്സ് ആസ് എ ബാരോമീറ്റർ ഓഫ് ദ ഇക്കണോമിക് which indicates market price of securities. A stock exchange is a mechanism of constant valuation through which the prices of securities are determined. ഓഹരികളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വില നിലവാരം നിശ്ചയിക്കുന്നത് ചോദന പ്രധാന ശക്തികളാണ്, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് ഓഹരികളുടെ യഥാർത്ഥ വില നിശ്ചയിക്കുന്നതിന് സ്റ്റോക്ക് മാർക്കറ്റ് സഹായിക്കുന്നു. ഓഹരികൾ വിൽക്കുവാനും വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് വിലയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇതിലൂടെ ലഭിക്കുന്നു. മൂന്നാമതായി, സേഫ്റ്റി ഓഫ് ട്രാൻസാക്ഷൻസ്. ഇടപാടുകളുടെ സുരക്ഷിതത്വം. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഹാവ് ഡിഫറെൻറ്റ് മെഷേഴ്സ് ആൻഡ് മെക്കാനിസംസ് ടു എൻഷുവർ ഫെയർ ഡീലിംഗ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത ബ്രോക്കർമാരിലൂടെ മാത്രമേ ഓഹരി ഇടപാടുകൾ നടത്താൻ കഴിയുകയുള്ളൂ. ഇതിലൂടെ ഇടപാടുകളുടെ സുരക്ഷിതത്വവും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് വൺ ഈസ് കോൺട്രിബ്യൂട്ട് ടു ഇക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഹെൽപ്സ് ഇൻ enhancing economic growth by
allocating savings to the most efficient avenues of production. ജനങ്ങളുടെ സമ്പാദ്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് മൂലധന നിക്ഷേപങ്ങളാക്കാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സഹായിക്കുന്നു. ഇതിലൂടെ മൂലധന രൂപീകരണവും സാമ്പത്തിക വളർച്ചയും ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ ഈസ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. സമ്പാദ്യം സ്വരൂപിക്കൽ. A stock exchange helps in mobilizing surplus funds of individuals and institutions for investment in securities. Wide publicity of stock exchange operation promotes savings and investment. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സമ്പാദ്യം സ്വരൂപിച്ച് ഓഹരി നിക്ഷേപങ്ങളാക്കാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സഹായിക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെ ഓഹരികൾക്ക് ലഭിക്കുന്ന പ്രചാരം സമ്പാദ്യ നിക്ഷേപ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസിൽ അടുത്തത് സ്പ്രെഡിംഗ് ഓഫ് ഇക്വിറ്റി കൾട്ട്. ഓഹരികളോടുള്ള പ്രേമം വ്യാപിപ്പിക്കുന്നു. ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്യാൻ പ്ലേ എ വൈറ്റൽ റോൾ ഇൻ എൻഷുറിംഗ് വൈഡർ ഷെയർ ഓണർഷിപ്പ് ബൈ റെഗുലേറ്റിംഗ് ന്യൂ ഷെയർസ്, better trading practices and taking effective steps in educating the public about investments. സുതാര്യവും അനായാസവുമായ ഇടപാടുകളിലൂടെ ഓഹരി നിക്ഷേപത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് കഴിയുന്നു. ശരിയായ ബോധവൽക്കരണ പരിപാടികളിലൂടെ ആരോഗ്യകരമായ നിക്ഷേപ പ്രവണതകളെ വളർത്താൻ ഇത് സഹായിക്കുന്നു. അവസാനമായി പ്രൊവൈഡിംഗ് സ്കോപ്പ് ഫോർ സ്പെക്കുലേഷൻ. ഊഹക്കച്ചവടത്തിനുള്ള അവസരം നൽകുന്നു. ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ്സ് സഫിഷ്യൻറ്റ് സ്കോപ്പ് വിതിൻ ദ പ്രൊവിഷൻസ് ഓഫ് ലോ ഫോർ സ്പെക്കുലേഷൻ ആക്ടിവിറ്റി ഇൻ എ റെസ്ട്രിക്റ്റഡ് ആൻഡ് കൺട്രോൾഡ് മാനർ. നിയമവിധേയ മാർഗങ്ങളിലൂടെ ഓഹരികളുടെ ഊഹക്കച്ചവടത്തിലൂടെ ലാഭം ഉണ്ടാക്കാനുള്ള അവസരം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നൽകുന്നുണ്ട്. ആരോഗ്യകരവും നിയന്ത്രിതവുമായ ഊഹക്കച്ചവടം ഓഹരി വിപണിയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. നെക്സ്റ്റ് അബൌട്ട് ദ ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയർ. ഓഹരി വിപണന രീതികളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻ എ ഫ്യൂ ഇയേഴ്സ് അഗോ, ട്രേഡിംഗ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടുക്ക് പ്ലേസ് ത്രൂ എ പബ്ലിക് ഔട്ട്ക്രൈ ഓർ ഓപ്ഷൻ സിസ്റ്റം. In the trading ring, brokers assembled in a face-to-face manner and made a bargain in price of securities. പരമ്പരാഗത രീതിയിൽ സെക്യൂരിറ്റികൾ വിൽക്കുന്നതും വാങ്ങുന്നതും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രേഡിംഗ് റിംഗ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. ഇവിടെ ഇടപാടുകാരുടെ ബ്രോക്കർമാർ വിലകൾ വിളിച്ചു പറഞ്ഞ് ഇടപാട് ഉറപ്പിക്കുന്നു. ഓപ്പൺ ഔട്ട്ക്രൈ രീതി എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. At present, trading in stock exchange is carried on with the help of computers. This is popularly known as online trading. Stock exchange have its main computer system with many terminals. They can trade through the computerized trading screens available with the trading members. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയും ആധുനിക വാർത്താവിനിമയ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇൻ്റർനെറ്റിലൂടെയുള്ള ഓഹരി ഇടപാടുകളാണ് നടക്കുന്നത്. ഇതിനെ ഓൺലൈൻ ട്രേഡിംഗ് രീതി എന്നാണ് പറയുന്നത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? ഇൻ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് സിസ്റ്റം, there is no need for buyers and sellers to meet at a physical location to trade. It involves the trading of securities through an online platform. Buy and sell orders received from different brokers are automatically matched and matching orders are executed. You can buy or sell shares if you have a trading account and an internet connection. Online share trading is also called electronic trading or e-trading. ഓൺലൈൻ ട്രേഡിംഗ് രീതിയിൽ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോകേണ്ടതില്ല. ബ്രോക്കറുടെ ഓഫീസിൽ നിന്നും കമ്പ്യൂട്ടർ സ്ക്രീനിൽ വില നിലവാരം കണ്ടുകൊണ്ട് തത്സമയം ഇടപാടുകൾ നടത്താം. വളരെ സുതാര്യവും ലളിതവുമാണ് ഓൺലൈൻ ട്രേഡിംഗ് രീതി. വളരെ കാര്യക്ഷമതയോടെ ഒരേ സമയത്ത് അനവധി ഇടപാടുകൾ നടത്താനും ഇതിലൂടെ കഴിയും. ബ്രോക്കർമാർ നൽകുന്ന പാസ്വേഡ് ഉപയോഗിച്ച് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ വീട്ടിലിരുന്നും ഇന്ന് സെക്യൂരിറ്റികൾ വാങ്ങാനും വിൽക്കാനും കഴിയും. ഇതിനെ ഇ ട്രേഡിംഗ് എന്നുകൂടെ വിശേഷിപ്പിക്കാറുണ്ട്, അതായത് ഇലക്ട്രോണിക് ട്രേഡിംഗ്.
അഥവാ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് എന്നും പറയാറുണ്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം? ഇത്തരം ഇലക്ട്രോണിക് വിപണന രീതിയുടെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് എൻഷ്യൂഴ്സ് ട്രാൻസ്പെറൻസി. ദ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ check the exact price at which the transactions occurred. They are able to see the trading during real time. ഓൺലൈൻ ഓഹരി ഇടപാടുകൾ കൂടുതൽ സുതാര്യമാണ്. വില നിലവാരം തത്സമയം അറിയുന്നതിനുള്ള സംവിധാനം ഇതിലുണ്ട്. സെക്കൻഡ്ലി, റെഡി ഇൻഫർമേഷൻ. The computer screen instantly displays the share price. Capital market developments that influence share prices are also available in real time. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു. ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ മനസ്സിലാക്കി ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ ഇതിലൂടെ എളുപ്പം സാധിക്കും. തേർഡ്ലി, എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ. സിൻസ് ഇറ്റ് റെഡ്യൂസസ് ടൈം, കോസ്റ്റ് ആൻഡ് എഫേർട്ട്, ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ്. ഇടപാടുകൾക്കുള്ള സമയലാഭവും ചെലവ് കുറവും നഷ്ടസാധ്യത കുറവും ഇതിൻ്റെ പ്രത്യേകതകളാണ്. വൈഡ് കവറേജ്. ദിസ് സിസ്റ്റം എനേബിൾസ് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ടു ട്രേഡ് വിത്ത് ഈച്ച് അതർ. പീപ്പിൾ ഫ്രം ഓൾ ഓവർ ദ കൺട്രി ക്യാൻ ബൈ ഓർ സെൽ സെക്യൂരിറ്റീസ് ത്രൂ ബ്രോക്കേഴ്സ് ആൻഡ് മെമ്പേഴ്സ് വിത്തൗട്ട് നോയിങ് ഈച്ച് അതർ. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ പോകാതെ തന്നെ ഇടപാടുകൾ നടത്താൻ കഴിയുന്നു. ബ്രോക്കർ ഓഫീസിലെ കമ്പ്യൂട്ടറുകളിലൂടെ ഏത് സ്ഥലത്തു നിന്നും ഓഹരികൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്നു. And lastly, provide a single platform. All the trading centers spread all over the country have been brought into one trading platform on the computer. രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പൊതുവിപണി ഉണ്ടാക്കാൻ ഇതിലൂടെ കഴിയുന്നു. നെക്സ്റ്റ് അബൌട്ട് ദ T+2 സെറ്റിൽമെൻറ്റ്. ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ സെറ്റിൽമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതി റോളിംഗ് സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള T+2 സെറ്റിൽമെൻറ്റ് രീതിയാണ്. ഓൺ 1st April 2003, SEBI introduced the T+2 settlement cycle to reduce the risk in the market and protect the interest of investors. T+2 settlement means that settlement of account should be made within 2 days from the date of transaction. ഇന്ന് പ്രാബല്യത്തിലുള്ള T+2 റോളിംഗ് സെറ്റിൽമെൻറ്റ് രീതി 2003 നിലവിൽ വന്നത്. ഈ രീതിയിൽ ഇടപാടുകൾ നടന്ന് 2 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും ഓഹരികൾ കൈമാറുകയോ പണം നൽകുകയോ ചെയ്യണമെന്ന നിബന്ധന വന്നു. നെക്സ്റ്റ് അബൌട്ട് ദ സ്റ്റെപ്സ് ഇൻ ദ ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയർ. ഓഹരികളുടെ ട്രേഡിംഗ് സെറ്റിൽമെൻറ്റ് രീതിയിലെ നടപടിക്രമങ്ങളാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെലക്ട് എ ബ്രോക്കർ ആൻഡ് എൻ്റർ ഇൻടു എഗ്രിമെൻറ്റ് വിത്ത് ഹിം. The investor should furnish the details like PAN number, permanent account number, date of birth, address, education qualifications, occupation, residential status, bank account number, etc. ഓഹരി വ്യാപാരം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു നിക്ഷേപകൻ ആദ്യമായി ഒരു രജിസ്റ്റേർഡ് ബ്രോക്കറെ സമീപിച്ച് നിശ്ചിത ഫോറം പൂരിപ്പിച്ച് നൽകണം. നിക്ഷേപകൻ്റെ പാൻ നമ്പർ, ജനനത്തീയതി, വിലാസം, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഡെപ്പോസിറ്ററി അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയെല്ലാം ഫോറത്തിൽ നൽകേണ്ടതാണ്. ഇതിനെ തുടർന്ന് നിക്ഷേപകൻ്റെ പേരിൽ ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി ട്രേഡിംഗ് അക്കൗണ്ട് ആരംഭിക്കുന്നു. ദ ഇൻവെസ്റ്റർ ഹാവ് ടു ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട് വിത്ത് എ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. DP may be a broker, bank or financial institution. This account is necessary for holding and transferring securities in the electronic form. ഓഹരി ഇടപാടുകൾ നടത്തുന്നതിന് നിക്ഷേപകർ 2 തരം അക്കൗണ്ടുകളാണ് ആരംഭിക്കേണ്ടത്: ഡിമാറ്റ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. ഇലക്ട്രോണിക് രീതിയിലുള്ള ഓഹരികളുടെ വിവരങ്ങൾ കാണിക്കുന്നതിനുള്ള അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഇത് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുമാണ് എടുക്കുന്നത്. ഓഹരികളുടെ പണം ഇടപാടുകൾ നടത്താനാണ് ബാങ്ക് അക്കൗണ്ട്. Thirdly, the investor places an order with the broker to buy or sell shares. The order confirmation slip is issued to the investor by the broker. തുടർന്ന് ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഓർഡറുകൾ ബ്രോക്കർക്ക് നൽകാവുന്നതാണ്.
വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉദ്ദേശിക്കുന്ന ഓഹരികളുടെ വില, എണ്ണം എന്നിവ വ്യക്തമായി നിർദ്ദേശിക്കണം. ഓർഡർ നൽകുന്നതിന് തെളിവായി ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ബ്രോക്കർ നിക്ഷേപകർക്ക് നൽകുന്നു. And fourthly, the broker will go online and connect to the main stock exchange and match the shares with the best price available. ബ്രോക്കറുടെ ഓഫീസിലെ കമ്പ്യൂട്ടറിലൂടെ ബന്ധപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ടെർമിനലിൽ ഓൺലൈനായി ഓഹരികളുടെ എണ്ണം, വില എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ നൽകുന്നു. The fifth step is execution of order through the computer terminal. The broker will issue a trade confirmation slip to the investor. ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ നിശ്ചിത വിലയും എണ്ണവും പൊരുത്തപ്പെടുകയാണെങ്കിൽ നൽകിയ ഓർഡർ ഇലക്ട്രോണിക്കായി നടപ്പിലാക്കുന്നു. ഇടപാട് നടക്കുന്നതിന് തെളിവായി ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ബ്രോക്കർ നൽകുന്നു. The sixth step, after the trade has been executed within 24 hours, the broker issues a contract note. It contains the number of shares bought or sold, its price, date and time of deal and brokerage charges. ഇടപാടുകൾ നടത്തുന്നതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ ബ്രോക്കർ കോൺട്രാക്റ്റ് നോട്ട് നൽകുന്നു. ഇടപാട് നടന്ന ദിവസം, വാങ്ങിയ അല്ലെങ്കിൽ വിറ്റ ഓഹരികളുടെ എണ്ണം, വില, ബ്രോക്കറുടെ കമ്മീഷൻ എന്നിവ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും. നിശ്ചിത ഓർഡർ കോഡ് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ കോൺട്രാക്റ്റ് നോട്ടാണ് ഓഹരി ഇടപാട് നടത്തിയതിൻ്റെ നിയമപരമായ രേഖ. ഏഴാമതായി, the investor has to deliver the share sold or pay cash for the share bought. This should be done after receiving the contract note. This is called pay-in day. കരാർ വ്യവസ്ഥപ്രകാരം വിൽപ്പന നടത്തിയ ഓഹരികൾ നൽകുകയോ വാങ്ങിയ ഓഹരികളുടെ പണം നൽകുകയോ ചെയ്യുകയാണ് അടുത്ത നടപടി. കോൺട്രാക്റ്റ് നോട്ട് ലഭിച്ചതിന് ശേഷം നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇവ ബ്രോക്കർമാർക്ക് കൈമാറണം. ഇതിനെ pay-in day എന്നാണ് പറയുന്നത്. Cash is paid or securities are delivered on pay-in day, which is before the T+2 day, as the deal has to be settled and finished on the T+2 day. നിക്ഷേപകനിൽ നിന്നും കൈമാറി ലഭിച്ച ഓഹരികൾ അല്ലെങ്കിൽ പണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബ്രോക്കർ കൈമാറുന്നു. ഇടപാട് നടന്ന് 2 ദിവസത്തിനുള്ളിൽ, അതായത് T+2 ഈ കൈമാറ്റം നടത്തേണ്ടതാണ്. The next step is, on the T+2 day, the exchange will deliver the share or make payment to the other broker. This is called the payout day. The broker then has to make payment to the investor within 24 hours of the payout day, since he has already received payment from the exchange. ഇടപാട് നടന്നതിൻ്റെ 2-ാം ദിവസം, അതായത് T+2 ഡേയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഓഹരികളോ പണമോ ഇടപാടിലുള്ള മറ്റേ ബ്രോക്കർ കൈമാറുന്നു. ഈ ദിവസത്തെ പേ ഔട്ട് ഡേ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവസാനമായി, ദ ബ്രോക്കർ ക്യാൻ മേക്ക് ഡെലിവറി ഓഫ് ഷെയർസ് ഇൻ ഡിമാറ്റ് ഫോം ഡയറക്ട്ലി ടു ദ ഇൻവെസ്റ്റേഴ്സ് ഡിമാറ്റ് അക്കൗണ്ട്. The investor has to give details of his demat account and instruct his depository participant to take delivery of the securities directly in his beneficial owner account. വാങ്ങിയ ഓഹരികൾ നിക്ഷേപകൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ബ്രോക്കർ മാറ്റുന്നു. ഡിമാറ്റ് അക്കൗണ്ടിൽ ആവശ്യമായ കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ നിക്ഷേപകൻ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിന് നിർദ്ദേശം നൽകുന്നു. These all are the steps involved in the trading and settlement procedure. Next about what is depository. Depository എന്നാൽ എന്താണ്? The depository is an organization where securities of a shareholder are held in electronic form. This is same as a bank holding money of depositors. The depository holds electronic custody of securities and makes arrangement for transfer of ownership of securities on the settlement day by means of book entries. In India, there are 2 depositories, National Securities Depository Limited, NSDL, and also Central Depository Services Limited, CSDL. ബാങ്കുകൾ നിക്ഷേപകരുടെ പണം സൂക്ഷിക്കുന്നത് പോലെ ഇലക്ട്രോണിക് രൂപത്തിൽ ഓഹരികൾ സൂക്ഷിക്കുന്ന ഏജൻസിയാണ് ഡിപ്പോസിറ്ററികൾ. ഇവരാണ് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓഹരി ഇടപാടുകൾക്കായി സൂക്ഷിക്കുന്നത്.
ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഓഹരി അക്കൗണ്ടുകളാണ്. ഓഹരികൾ വിൽക്കുമ്പോൾ ഈ അക്കൗണ്ടിൽ നിന്ന് കുറവ് വരുത്തുകയും ഓഹരികൾ വാങ്ങുമ്പോൾ ഈ അക്കൗണ്ടിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. രണ്ട് ഏജൻസികളാണ് നിക്ഷേപകർക്ക് ഡിപ്പോസിറ്ററി സേവനങ്ങൾ ഇന്ത്യയിൽ നൽകുന്നത്. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് NSDL ആണ് ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ഡെപ്പോസിറ്ററി. സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് CDSL ആണ് രണ്ടാമത്തെ ഏജൻസി. ദെൻ ഹു ഈസ് എ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്? DP എന്ന ചുരുക്കപ്പേരിലാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് അറിയപ്പെടുന്നത്. Depository participant is an agent of the depository. He acts as an intermediary between the depository and the investors. The depository participant should register with the SEBI, Securities and Exchange Board of India. DP is responsible for maintaining the investor's securities account with the depository and handles the account in accordance with the instructions of the investor. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് അഥവാ DP ഇടനിലക്കാരായി നിന്നുകൊണ്ടാണ് നിക്ഷേപകർക്ക് ഡെപ്പോസിറ്ററി സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ബാങ്കുകളും ഓഹരി ബ്രോക്കർമാരും ധനകാര്യ കമ്പനികളും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റായി പ്രവർത്തിക്കാറുണ്ട്. നിക്ഷേപകർ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിച്ച് ഡെപ്പോസിറ്ററി സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. എല്ലാ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസും സെബിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. നെക്സ്റ്റ് അബൌട്ട് ഡീമെറ്റീരിയലൈസേഷൻ ഓർ സ്ക്രിപ്റ്റ്ലെസ് ട്രേഡിംഗ്. ഡീമെറ്റീരിയലൈസേഷനെ കുറിച്ചാണ് നമ്മൾ വിശദമായി കാണുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് പേപ്പർ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രോണിക് ഫോം. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് റെക്കോർഡ് ഓഫ് ഷെയർ ഓണർഷിപ്പ്. ടു ട്രേഡ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം, എ ഡിമാറ്റ് അക്കൗണ്ട് ഈസ് ടു ബി ഓപ്പൺഡ്. Only registered shareholders can apply for dematerialization. Once the shares are dematerialized, they will be credited to the investor's account with the depository. പേപ്പർ ഓഹരി സർട്ടിഫിക്കറ്റുകളെ ഇലക്ട്രോണിക് രൂപത്തിലാക്കുന്നതിനെയാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഇത്തരം ഓഹരികൾ സൂക്ഷിക്കുന്നതിനായി നിക്ഷേപകർ ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിക്കണം. ഗവൺമെൻറ് ഏജൻസികളായ ഡെപ്പോസിറ്ററികളാണ് ഡിമാറ്റ് അക്കൗണ്ടുകൾ നിയന്ത്രിക്കുന്നത്. ഡീമെറ്റലൈസേഷൻ സേവനങ്ങൾക്ക് നിക്ഷേപകർ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റായിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് സമീപിക്കേണ്ടത്. ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഓഹരികളെ തിരിച്ച് പേപ്പർ ഷെയർ സർട്ടിഫിക്കറ്റുകളാക്കി മാറ്റാവുന്നതുമാണ്. അതിനാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ വർക്കിംഗ് ഓഫ് ഡിമാറ്റ് സിസ്റ്റം? ഡീമെറ്റീരിയലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിലെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്ലി, സെലക്ട് ആൻഡ് അപ്രോച്ച് എ സർട്ടിഫൈഡ് DP ഓർ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ആൻഡ് സബ്മിറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം എലോങ് വിത്ത് നെസസറി ഡോക്യുമെൻറ്റ്സ്. ആദ്യമായി ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ആയിട്ടുള്ള ഒരു ബാങ്കിനെയോ ബ്രോക്കറെയോ ധനകാര്യ കമ്പനിയോ കണ്ടെത്തുക. തുടർന്ന് നിശ്ചിത ഫോറം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകളുടെ കോപ്പി സഹിതം നൽകുക. Secondly, the physical share certificate along with the dematerialization request form DRF is to be given to the DP. നിശ്ചിത ഓഹരി സർട്ടിഫിക്കറ്റ് കൈമാറി ഡീമെറ്റീരിയലൈസേഷനുള്ള നിർദ്ദിഷ്ട ഫോറം പൂരിപ്പിച്ചു കൊടുക്കുക. Thirdly, DP intimates the depository of the request through electronic media. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് പ്രസ്തുത അപേക്ഷ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ഡിപ്പോസിറ്ററി അറിയിക്കുന്നു. Fourthly, DP submits the share certificates along with the dematerialization request form to the registrar. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഷെയർ സർട്ടിഫിക്കറ്റും അപേക്ഷയും രജിസ്ട്രാർക്ക് അയക്കുന്നു. അഞ്ചാമതായി, രജിസ്ട്രാർ വാലിഡേറ്റ്സ് റിക്വസ്റ്റ്, അപ്ഡേറ്റ്സ് റെക്കോർഡ്സ് ആൻഡ് ഇൻഫോംസ് ഡെപ്പോസിറ്ററി. രജിസ്ട്രാർ അപേക്ഷ പരിശോധിക്കുകയും പേപ്പർ ഓഹരികൾ റദ്ദാക്കി റെക്കോർഡുകൾ മാറ്റം വരുത്തിയ വിവരം ഡെപ്പോസിറ്ററിയെ അറിയിക്കുകയും ചെയ്യുന്നു. ആറാമതായി, ഡെപ്പോസിറ്ററി ക്രെഡിറ്റ്സ് DP അക്കൗണ്ട് ആൻഡ് ഇൻഫോം ദ DP. ഡെപ്പോസിറ്ററി നിക്ഷേപകൻ്റെ അക്കൗണ്ടിൽ ഓഹരി ക്രെഡിറ്റ് ചെയ്യുകയും പ്രസ്തുത വിവരം
ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഏഴാമതായി DP updates the investor's account and informs the investor. നിക്ഷേപകൻ്റെ അക്കൗണ്ടിൽ മാറ്റം വരുത്തിയ വിവരം ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് നിക്ഷേപകനെ അറിയിക്കുന്നു. These all are the steps involved in the dematerialization process. ഡീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സിനെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റർ ഡീമെറ്റീരിയലൈസേഷനുള്ള റിക്വസ്റ്റും പേപ്പർ ഷെയർ സർട്ടിഫിക്കറ്റ്സും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിന് കൈമാറുന്നു. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് അത് നേരിട്ട് രജിസ്ട്രാർക്ക് നൽകുകയും ഇലക്ട്രോണിക് ഫോമിൽ അത് ഡെപ്പോസിറ്ററി അറിയിക്കുകയും ചെയ്യുന്നു. ഡെപ്പോസിറ്ററി ഈ വിവരങ്ങൾ രജിസ്ട്രാറെ അറിയിക്കുകയും രജിസ്ട്രാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പേപ്പർ ഷെയർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയ വിവരം ഡെപ്പോസിറ്ററി അറിയിക്കുകയും ഡെപ്പോസിറ്ററി അത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിലേക്ക് കൈമാറുകയും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ഇൻവെസ്റ്ററെ അക്കൗണ്ടിൽ വേണ്ട മാറ്റം വരുത്തിയതായി അറിയിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഡീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സ്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. There are 23 stock exchanges in India. They include National Stock Exchange, that is NSE, Over the Counter Exchange of India, OTC EI, Bombay Stock Exchange, BSE, and regional stock exchanges. Out of this, BSE is the oldest one. NSE is the leading stock exchange of India. Most of the regional stock exchanges are not functioning nowadays. ഇന്ത്യയിൽ 23 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. അതോടൊപ്പം തന്നെ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയും പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ഇവയ്ക്ക് പുറമെ എല്ലാ സംസ്ഥാനങ്ങളിലും റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലേറ്റവും പഴക്കം ചെന്ന ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. എന്നാൽ ഇന്ന് ഏറ്റവും പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. പ്രാദേശികമായിട്ടുള്ള റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഒന്നും തന്നെ ഇപ്പോൾ ഓൺലൈൻ ട്രേഡിംഗ് സംവിധാനം വന്നതോടുകൂടി പ്രവർത്തനക്ഷമമല്ല. ആദ്യമായി നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് കാണാം. NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. NSE is the India's largest stock exchange located at Mumbai. NSE was incorporated in 1992 and was recognized as a stock exchange in 1993. NSE was set up by IDBI, ICICI, IFCI, LIC and other financial institutions. NSE is a public limited company and it has nationwide coverage and therefore functioning across the country. NSE launched capital market segment in 1994 and futures and options, that is derivatives, in 2000. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് NSE. ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. 1992 രൂപീകൃതമായ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അംഗീകാരം ലഭിച്ചത് 1993 IDBI, ICICI, IFC, LIC തുടങ്ങിയ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ ചേർന്നാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ചത്. ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് രാജ്യവ്യാപകമായ വിപണന ശൃംഖലകളുണ്ട്. ഇടപാടുകാർക്ക് എവിടെ നിന്നും ഒരേ വിലയ്ക്ക് സെക്യൂരിറ്റികൾ വാങ്ങാനും വിൽക്കാനും കഴിയും. NSEയുടെ ക്യാപിറ്റൽ മാർക്കറ്റ് വിഭാഗം 1994 അവധി വ്യാപാര വിഭാഗം 2000 പ്രവർത്തനം ആരംഭിച്ചത്. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് NSE? NSEയുടെ പ്രധാന പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്ലി, NSE ഈസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. NSE ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. സെക്കൻഡ്ലി, NSE ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് സ്റ്റോക്ക് മാർക്കറ്റ് സിസ്റ്റം വിത്ത് നേഷൻ വൈഡ് കവറേജ്. എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റികൾക്കും ദേശവ്യാപകമായ വിപണി സൗകര്യം ഒരുക്കുന്നു. മൂന്നാമതായി, NSE ഹാസ് 2 segments, namely ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് ആൻഡ് ഓൾസോ ക്യാപിറ്റൽ മാർക്കറ്റ്. NSEക്ക് 2 വിഭാഗങ്ങളുണ്ട്, ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റും
ക്യാപിറ്റൽ മാർക്കറ്റും. നാലാമതായി NSE ഹാസ് റിംഗ്ലെസ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം, ദാറ്റ് ഈസ് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം. ഇലക്ട്രോണിക് ട്രേഡിംഗ് രീതിയാണ് NSE ഉപയോഗിക്കുന്നത്. ഫിഫ്തിലി NSE ഇൻഡെക്സ് ഈസ് കോൾഡ് നിഫ്റ്റി. NSEയുടെ ഓഹരി വില സൂചിക നിഫ്റ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആറാമതായി NSE ഈസ് ദ ഫസ്റ്റ് എക്സ്ചേഞ്ച് ഇൻ ദ വേൾഡ് ടു യൂസ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ ട്രേഡിംഗ്. ഉപഗ്രഹ വാർത്താവിനിമയ സാങ്കേതികവിദ്യ ഓഹരി വിപണനത്തിന് ഉപയോഗിച്ച ലോകത്തിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടിയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് NSE? NSEയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷ്ഡ് നേഷൻ വൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റി ഫോർ ഓൾ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്, ബോത്ത് ക്യാപിറ്റൽ ആൻഡ് മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ്. എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റികൾക്കും, അതായത് മൂലധന വിപണിയിലെയും പണവിപണിയിലെയും സെക്യൂരിറ്റികൾക്ക് ദേശവ്യാപകമായ വിപണന സൗകര്യം ഒരുക്കുക. സെക്കൻഡ്ലി, എൻഷുവർ ഈക്വൽ ആക്സസ് ടു ഓൾ ഇൻവെസ്റ്റേഴ്സ് ഓൾ ഓവർ ദ കൺട്രി ത്രൂ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. രാജ്യത്തെ മുഴുവൻ നിക്ഷേപകർക്കും ആധുനിക വാർത്താവിനിമയ ശൃംഖലകളുടെ സഹായത്തോടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നു. മൂന്നാമതായി, പ്രൊവൈഡ് ഫെയർ, എഫിഷ്യൻറ്റ്, സ്പീഡി ആൻഡ് ട്രാൻസ്പെറൻറ്റ് ട്രാൻസാക്ഷൻ യൂസിങ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം. ഇലക്ട്രോണിക് ട്രേഡിംഗ് രീതി ഉപയോഗിച്ച് ന്യായവും കാര്യക്ഷമവും സുതാര്യവുമായ സെക്യൂരിറ്റീസ് മാർക്കറ്റ് പ്രദാനം ചെയ്യുക. ഫോർത്തിലി, എനേബിൾ ഷോർട്ടർ സെറ്റിൽമെൻറ്റ് സൈക്കിൾ ആൻഡ് ബുക്ക് എൻട്രി സെറ്റിൽമെൻറ്റ്. ഹ്രസ്വകാല കുടിശ്ശിക തീർക്കൽ രീതി നടപ്പിലാക്കുക. അഞ്ചാമതായി, മീറ്റ് ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അന്തർദേശീയ തലത്തിലുള്ള ഓഹരി വില സൂചികയും നിലവാരങ്ങളും നിശ്ചയിക്കുക. ലാസ്റ്റ്ലി, NSE provides a fully automated screen-based trading system with national reach. അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ ദേശവ്യാപകമായ വിപണി സജ്ജമാക്കുക. These all are the objectives of NSE. Next about the two market segments of NSE. NSEയുടെ വിപണി വിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. NSE has two segments. First is wholesale debt market segment. It provides trading facilities in whole range of debt investments, that is money market instruments such as treasury bills, commercial bills, commercial papers, certificate of deposits, etc. Membership of WDM limited to only corporates. Wholesale debt market ആണ് NSEയുടെ ഒന്നാമത്തെ സെഗ്മെൻറ്റ്. ഇവിടെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള ട്രഷറി ബില്ലുകൾ, കൊമേഴ്സ്യൽ പേപ്പേഴ്സ്, കൊമേഴ്സ്യൽ ബില്ലുകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്നിവയൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇതിൽ മെമ്പർഷിപ്പ് ഉള്ളൂ. രണ്ടാമതായി, ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റ് പ്രൊവൈഡ്സ് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് എക്സെട്ര. പബ്ലിക് കമ്പനികളുടെ ഓഹരികളുടെയും കടപ്പത്രങ്ങളുടെയും ചില്ലറ വിൽപ്പന നടത്തുന്ന വിപണിയാണിത്. സാധാരണ ഓഹരികൾ, മുൻഗണനാ ഓഹരികൾ, കടപ്പത്രങ്ങൾ എന്നിവയാണ് ഈ മാർക്കറ്റിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് അബൌട്ട് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മറ്റൊരു പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് OTCEI. The OTCEI is a company which commenced trading in 1992. It is subject to the provisions of Companies Act 1956. It was set up to address the problems of small investors and small business enterprises. There is no central place of exchange and all trading occurs through electronic network. It is fully computerized, transparent, single window exchange. This exchange is established on the lines of National Association of Security Dealers Automated Quotations, the OTC exchange in USA. It has been promoted by UTI, ICICI, IDBI, IFCI, LIC, GIC, SBI, etc. 1992 ഓഹരി വിപണനം ആരംഭിച്ച കമ്പനിയാണ് OTCEI. 1956 കമ്പനി നിയമപ്രകാരമാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപീകരിച്ചിട്ടുള്ളത്. ചെറുകിട ബിസിനസ് സംരംഭങ്ങൾക്കും നിക്ഷേപകർക്കും മൂലധന വിപണിയിൽ പ്രാമുഖ്യം ലഭിക്കാൻ ആരംഭിച്ച സ്റ്റോക്ക് എക്സ്ചേഞ്ചാണിത്.
ഇലക്ട്രോണിക് നെറ്റ്വർക്കുകളിലൂടെ ഓഹരി വ്യാപാരം നടത്തുന്ന ഈ എക്സ്ചേഞ്ചിന് ഒരു കേന്ദ്രീകൃത വിപണന സ്ഥലമില്ല. പൂർണ്ണമായും കമ്പ്യൂട്ടർവൽകൃതവും സുതാര്യവും ഏകജാല സംവിധാനവുമാണ് ഈ എക്സ്ചേഞ്ചിനുള്ളത്. അമേരിക്കൻ ഐക്യനാടുകളിലെ OTC എക്സ്ചേഞ്ചിൻ്റെ മാതൃകയിലാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. UTI, ICICI, IDBI, IFCI, LIC, GIC, SBI തുടങ്ങിയ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രൊമോട്ടർമാർ. OTC എക്സ്ചേഞ്ചിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് OTC എക്സ്ചേഞ്ച്. ഇറ്റ് ഹാസ് നേഷൻ വൈഡ് നെറ്റ്വർക്ക്. ഇതിന് ദേശവ്യാപകമായ നെറ്റ്വർക്കാണുള്ളത്. സെക്കൻഡ്ലി, ഇറ്റ് ഡസ് നോട്ട് ഹാവ് ട്രേഡിംഗ് റിംഗ്. ഇറ്റ് ഹാസ് നോ ജോഗ്രഫിക്കൽ പ്ലേസ്. ഈ എക്സ്ചേഞ്ചിന് ട്രേഡിംഗ് റിംഗ് ഇല്ല. മൂന്നാമതായി, ഇറ്റ് പ്രൊവൈഡ്സ് ഇലക്ട്രോണിക് ബേസ്ഡ് ട്രേഡിംഗ്. ഓൺലൈനായി ഇലക്ട്രോണിക് രീതിയിലുള്ള ട്രേഡിംഗ് ആണ് നടക്കുന്നത്. നാലാമതായി, ഇറ്റ് ഓഫേഴ്സ് മോർ ട്രാൻസ്പെറൻസി ആൻഡ് ക്വിക്ക് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ടു ഇൻവെസ്റ്റേഴ്സ്. കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വേഗത്തിലുള്ള ട്രേഡിംഗ് ഫെസിലിറ്റി നിക്ഷേപകർക്ക് നൽകുന്നു. അഞ്ചാമതായി, ഇറ്റ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ ലിക്വിഡിറ്റി ഓഫ് ദ സെക്യൂരിറ്റീസ് ഓർ സ്മോൾ കമ്പനീസ്. ചെറുകിട കമ്പനികളുടെ ഓഹരികൾക്ക് കൂടുതൽ ലിക്വിഡിറ്റി നൽകുന്നു എന്നുള്ളതാണ് OTC എക്സ്ചേഞ്ചിൻ്റെ പ്രധാന പ്രത്യേകത. Then what are the objectives or advantages of OTC എക്സ്ചേഞ്ച്? OTC എക്സ്ചേഞ്ചിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മേന്മകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ്ലി, ടു പ്രൊവൈഡ് എ നാഷൻ വൈഡ് ഇൻവെസ്റ്റർ ബേസ് ടു സ്മോൾ കമ്പനീസ്. മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ചെറുകിട കമ്പനികൾക്ക് ഓഹരി വിപണനത്തിന് അവസരം നൽകുന്നു. സെക്കൻഡ്ലി, ടു എനേബിൾ സ്മോൾ കമ്പനീസ് ടു റേസ് ക്യാപിറ്റൽ അറ്റ് ലോ കോസ്റ്റ്. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയാണുള്ളത്. ഓഹരികൾ പുറപ്പെടുവിക്കുന്നതിനും നിക്ഷേപകരുടെ സേവനങ്ങൾക്കും കുറഞ്ഞ തുക മാത്രമേ ഈടാക്കിയുള്ളൂ. തേർഡ്ലി, ഇറ്റ് ഓഫേഴ്സ് ട്രാൻസ്പെറൻറ്റ് ഡീലിംഗ്സ് ഇൻ സെക്യൂരിറ്റീസ്. കബളിപ്പിക്കലുകളില്ലാത്ത സുതാര്യ വിപണിയാണിത്. ഫോർത്തിലി, ഇറ്റ് enables liquidity to securities listed in OTC എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചെറുകിട കമ്പനികളുടെ ഓഹരികൾക്ക് കൂടുതൽ ദ്രവണത പ്രദാനം ചെയ്യുന്നു. ഫിഫ്ത്ത്ലി, ഇറ്റ് പ്രൊവൈഡ്സ് എ സിംഗിൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ഇൻവെസ്റ്റേഴ്സ് ത്രൂ ഔട്ട് ദ കൺട്രി. നിക്ഷേപകർക്ക് രാജ്യവ്യാപകമായ ഓഹരി വിപണനത്തിനുള്ള ഏകജാല സംവിധാനം ഒരുക്കുന്നു. ആൻഡ് ലാസ്റ്റ്ലി, ഇറ്റ് ഓഫേഴ്സ് ഫ്രീലി ആൻഡ് ക്വിക്ക് സെറ്റിൽമെൻറ്റ് ആൻഡ് ഡെലിവറി സിസ്റ്റം. സ്വതന്ത്രവും വേഗത്തിലുള്ളതുമായ തീർപ്പാക്കൽ കൈമാറ്റ സംവിധാനങ്ങൾ ഒരുക്കുന്നു. ദീസ് ഓൾ ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് OTC എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് അബൌട്ട് ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ BSE. Bombay Stock Exchange is the oldest stock exchange in Asia. It was launched in the year of 1875 in the name of Native Shares and Stockbrokers Association. Currently about 6,000 companies have been listed in BSE. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് 1875 ആരംഭിച്ച ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് ഇത് ആരംഭിച്ചത്. ഇന്ന് 6000-ലധികം കമ്പനികളുടെ ഓഹരികൾ ഈ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ 1957 the BSE became the first stock exchange to be recognized by the Indian government. In 1986 it developed the BSE Sensex Index. The trading platform of BSE is known as BSE Online Trading or BOLT system, which was introduced in 1995. 1957 ഇന്ത്യ ഗവൺമെൻറ് ഇതിനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് അംഗീകരിക്കുകയുണ്ടായി. 1986 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി വില സൂചികയായുള്ള സെൻസെക്സ് നിലവിൽ വരുന്നത്. 1995 ഓൺലൈൻ ട്രേഡിംഗ് സംവിധാനമായിട്ടുള്ള BSE ഓൺലൈൻ ട്രേഡിംഗ് ബോൾട്ട് സമ്പ്രദായം നിലവിൽ വരുന്നത്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്?
ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്ലി, ടു പ്രൊവൈഡ് ആൻ എഫിഷ്യൻ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് മാർക്കറ്റിംഗ് ഫോർ ട്രേഡിംഗ് ഇൻ ഇക്വിറ്റി, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്, ഡെറിവേറ്റീവ്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. ഓഹരികൾ, കടപ്പത്രങ്ങൾ, ഡെറിവേറ്റീവുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ മുതലായവയുടെ വിപണനത്തിന് കാര്യക്ഷമവും സുതാര്യവുമായ വിപണി പ്രദാനം ചെയ്യുക. സെക്കൻഡ്ലി, ടു പ്രൊവൈഡ് എ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ഇക്വിറ്റീസ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ചെറുകിട ഇടത്തരം കമ്പനികളുടെ ഓഹരികൾക്ക് വിപണന സൗകര്യമൊരുക്കുക. മൂന്നാമതായി, ഇറ്റ് സേഫ് ഗാർഡ്സ് മാർക്കറ്റ് ഇൻറ്റഗ്രിറ്റി ത്രൂ ഇലക്ട്രോണിക്കലി ഡ്രിവൺ എക്സ്ചേഞ്ച്. ഇലക്ട്രോണിക് രീതിയിലുള്ള കൈമാറ്റത്തിലൂടെ ഫലവത്തായ വിപണനവും വിപണിയുടെ വിശ്വാസ്യതയും ഉറപ്പുവരുത്തുക. ലാസ്റ്റ്ലി, ടു കൺഫേം ആൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ലോക നിലവാരത്തിലേക്ക് ഓഹരി ഇടപാടുകളെ ഉയർത്തുക. These all are the objectives of Bombay Stock Exchange. Next, about the stock market index. ഓഹരി വില സൂചികകളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ഓഹരി വില സൂചികകളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് സെൻസെക്സ്, ദറ്റ് ഈസ് സെൻസിറ്റീവ് ആൻഡ് ഇൻഡെക്സ്. അതാണ് സെൻസെക്സിൻ്റെ പൂർണ്ണരൂപം. The Sensex is the benchmark index of BSE. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി വില സൂചിയാണ് സെൻസെക്സ്. സിൻസ് BSE has been leading exchange of Indian secondary market, the Sensex has been an important indicator of the Indian stock market. If Sensex rises, it indicates the market is doing well. It is also a measure of the state of the Indian economy. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഒരു സൂചിക കൂടിയാണ് സെൻസെക്സ്. ദ സെൻസെക്സ് ലോഞ്ച്ഡ് ഇൻ 1986 ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 30 ഓഫ് ദ മോസ്റ്റ് ആക്റ്റീവ്ലി ട്രേഡിംഗ് സ്റ്റോക്സ് ഇൻ ദ മാർക്കറ്റ്. 1986 സെൻസെക്സ് എന്ന് പറയുന്ന ഓഹരി വില സൂചിക നിലവിൽ വരുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 30 പ്രമുഖ കമ്പനികളുടെ വെയ്റ്റഡ് ആവറേജ് എടുത്തുകൊണ്ടാണ് ഈ സൂചിക നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഇൻഡെക്സിൻ്റെ ബേസ് ഇയർ 1978-79. ദ ബേസ് ഇയർ ഓഫ് ദ ഇൻഡെക്സ് ഈസ് 1978-79. ദ സെക്കൻഡ് ഇൻഡെക്സ് ഈസ് നിഫ്റ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50 എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് നിഫ്റ്റി. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം the term National Stock Exchange 50 and is comprises of 50 companies that are traded in NSE. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിപണനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 50 പ്രമുഖ കമ്പനികളുടെ വില നിലവാരത്തിൽ നിന്നാണ് ഇവ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ഓഫ് NSE ആൻഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1996. 1996 NSEയുടെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ആയിട്ട് നിഫ്റ്റി വരുന്നത്. ദ ബേസ് ഇയർ ഓഫ് ദ ഇൻഡെക്സ് ഈസ് 1995. നിഫ്റ്റിയുടെ ബേസ് ഇയർ ആയിട്ട് കണക്കിലെടുക്കുന്നത് 1995. നെക്സ്റ്റ് അബൌട്ട് ദ സ്പെക്കുലേറ്റേഴ്സ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. വിവിധതരം ഊഹക്കച്ചവടക്കാരെ നമുക്ക് ഓഹരി വിപണിയിൽ കാണാവുന്നതാണ്. ആദ്യമായി ബുൾ. ഹീസ് ആൻ ഓപ്റ്റിമിസ്റ്റിക് ട്രേഡർ. ഹി എക്സ്പെക്ട്സ് റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ്. ഓഹരികൾക്ക് വില വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്പെക്കുലേറ്ററാണ് ബുൾ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് ബിയർ സ്പെക്കുലേറ്റർ. ഹീസ് പെസിമിസ്റ്റിക് ട്രേഡർ. ഹി എക്സ്പെക്ട്സ് എ ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ്. ഓഹരികളുടെ വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്പെക്കുലേറ്ററാണ് ബിയർ സ്പെക്കുലേറ്റർ. നെക്സ്റ്റ് ഈസ് ലെയിം ടെക്. ഹീസ് എ സ്പെക്കുലേറ്റർ ഹു സ്ട്രഗിൾ to fulfill his agreement due to non-fall of security price. ഇടപാടുകൾ സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സ്പെക്കുലേറ്ററാണ് ലെയിം ടെക്. സ്റ്റാഗ് അഥവാ ഡിയർ. ഹീസ് ദ ബുൾ സ്പെക്കുലേറ്റർ ഇൻ ന്യൂ ഇഷ്യൂസ് മാർക്കറ്റ്. ഹീസ് എ പ്രീമിയം ഹണ്ടർ വെൻ ലിസ്റ്റിംഗ് ഇൻ സെക്കൻഡറി മാർക്കറ്റ്. സ്റ്റാഗ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റിൽ മാത്രം അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂസ് മാർക്കറ്റിൽ മാത്രം ഡീൽ ചെയ്യുന്ന സ്പെക്കുലേറ്ററാണ്. ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഉള്ള വിലവർധനവാണ് അവിടെ
ലാഭമായിട്ട് മാറുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പദങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ബട്ട്ലെയാണ് ഒന്നാമതായിട്ട്. ക്യാരി ഫോർവേഡ് സിസ്റ്റം ഓഫ് സെറ്റിൽമെൻറ്റ് ഇൻ BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സെറ്റിൽമെൻറ്റ് രീതിയാണ്. പെന്നി സ്റ്റോക്സ്, നോ വാല്യൂ സ്റ്റോക്ക് ബട്ട് ഇൻഫ്ലുവൻസിങ് സ്പെക്കുലേഷൻ. ഓർഡർ ലോട്ട് ട്രേഡിംഗ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 100 stocks or less. പ്രൈസ് റിഗ്ഗിംഗ്, ക്രിയേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ഫോർ സെക്യൂരിറ്റീസ്. ഓഹരികൾക്ക് കൃത്രിമ ഡിമാൻഡ് ഉണ്ടാക്കലാണ് പ്രൈസ് റിഗ്ഗിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ്, മാനിപ്പുലേറ്റിംഗ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ റെസ്പോൺസിബിൾ ഒഫീഷ്യൽസ്. ഡയറക്ടേഴ്സ് പോലെയുള്ള കമ്പനികളിലെ പ്രമുഖ ആൾക്കാർ കമ്പനിയുടെ ആഭ്യന്തര വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓഹരി ഇടപാടുകൾ നടത്തുന്നതാണ് ഇൻസൈഡർ ട്രേഡിംഗ്. ലിസ്റ്റിംഗ്, എൻറോൾമെൻറ്റ് ഓഫ് നെയിം ഓഫ് ദ കമ്പനി ഇൻ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്പനിയുടെ ഓഹരികൾ രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവസാനമായി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന നിയമ അംഗീകാരമുള്ള സമിതിയാണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. SEBI is the regulatory and developmental agency of Indian capital market. It was established in 1988 and was given statutory status through the Securities Exchange Board of India Act of 1992. SEBI was to set up, protect the interest of investors, promote the development of stock market and regulate it. ഇന്ത്യൻ മൂലധന വിപണിയുടെ ക്രമാനുഗതവും ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഓഹരി നിക്ഷേപകരുടെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി കേന്ദ്ര ഗവൺമെൻറ് 1988 ആരംഭിച്ച ഭരണനിർവഹണ സമിതിയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി എന്ന ചുരുക്കപ്പേരിലാണ് ഈ സമിതി അറിയപ്പെടുന്നത്. ഇതിൻ്റെ ആസ്ഥാന കാര്യാലയം മുംബൈയിലാണ്. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് മുംബൈ. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി? സെബിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, ടു പ്രൊമോട്ട് ഫെയർ ഡീലിങ്സ് ബൈ ദ യൂസേഴ്സ് ഓഫ് സെക്യൂരിറ്റീസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും ഓഹരി ഇടപാടുകാരുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുക. ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. നിക്ഷേപകരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുക. തേർഡ്ലി, ടു പ്രിവെൻറ്റ് ട്രേഡിംഗ് മാൽ പ്രാക്ടീസസ്. കള്ളത്തരങ്ങളും അനഭിലഷണീയ പ്രവണതകളും ഒഴിവാക്കുക. To regulate and develop a code of conduct and fair practices by intermediaries like brokers, merchant bankers, etc. ബ്രോക്കർമാർ, മർച്ചൻ്റ് ബാങ്കുകൾ തുടങ്ങിയ ഇടനിലക്കാരുടെ ന്യായമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പെരുമാറ്റച്ചട്ടങ്ങൾ കൊണ്ടുവരികയും അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുക. ആൻഡ് ലാസ്റ്റ്ലി, ടു സ്റ്റിമുലേറ്റ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് എൻകറേജ് ഇന്നൊവേഷൻ. ഓഹരി വിപണിയിൽ മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും പുതുമകൾ കൊണ്ടുവരികയും ചെയ്യുക. നെക്സ്റ്റ് അബൌട്ട് ദ ഫങ്ഷൻസ് ഓഫ് സെബി. സെബിയുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? സെബി പെർഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഫങ്ഷൻസ് ഓഫ് സെബി ആർ ക്ലാസിഫൈഡ് ആസ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്, റെഗുലേറ്ററി ഫങ്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ്. These functions reveals the objectives of SEBI such as to protect, develop and regulate the market. Because of these functions, SEBI is often called watchdog of capital market. സെബിയുടെ ഫങ്ഷൻസിനെ പ്രധാനമായിട്ടും പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്, സംരക്ഷണ ധർമ്മങ്ങൾ, ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്, വികസന ധർമ്മങ്ങൾ, റെഗുലേറ്ററി ഫങ്ഷൻസ്, നിയന്ത്രണ ധർമ്മങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഈ ധർമ്മങ്ങൾ നിറവേറ്റുന്നത് കൊണ്ടാണ് സെബിയെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് കാവൽനായ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. വാട്ട് ആർ ദ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഓഫ് സെബി? സെബിയുടെ പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ പ്രാക്ടീസസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റീസ് മാർക്കറ്റ് ലൈക്ക് മേക്കിംഗ് മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, price rigging, etc. Secondly, prohibiting insider trading in securities. And thirdly, undertaking steps for investor protection. Next one is
പ്രൊമോഷൻ ഓഫ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് കോഡ് ഓഫ് കോണ്ടക്ട്. ഒന്നാമതായി കബളിപ്പിക്കുന്നതും അന്യായവുമായുള്ള പ്രവണതകളെ നിരോധിക്കുന്നു. രണ്ടാമതായി നിർണായക ആഭ്യന്തര വിവരങ്ങൾ ഉപയോഗിച്ച് വിപണിയെ സ്വാധീനിക്കുന്നതിനെ നിയന്ത്രിക്കുകയും ഇത്തരം ദുഷ്പ്രവണതകൾക്ക് പിഴ ചുമത്തുകയും ചെയ്യുന്നു. മൂന്നാമതായി നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അവസാനമായി മൂലധന വിപണിയിലെ അഭിലഷണീയ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുകയും പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് ദ ഡെവലപ്മെന്റൽ ഫങ്ഷൻസ് ഓഫ് സെബി. ഫസ്റ്റ്ലി, promotes investor education programs. Secondly, promotes training of intermediaries. Promote online trading. Promote a fair practice in capital market. Fifthly, conduct researches on capital market and publish useful information. Permit primary market operations through stock exchanges. നിക്ഷേപകർക്ക് ബോധവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുക. ബ്രോക്കേഴ്സ് പോലെയുള്ള ഇൻ്റർമീഡിയറ്റ്സിന് ട്രെയിനിങ് കൊടുക്കുക. ഓൺലൈൻ ട്രേഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക. ക്യാപിറ്റൽ മാർക്കറ്റിലെ ഫെയർ പ്രാക്ടീസസിനെ പ്രൊമോട്ട് ചെയ്യുക. ക്യാപിറ്റൽ മാർക്കറ്റിൽ റിസർച്ചുകൾ നടത്തുകയും വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുക. പ്രാഥമിക വിപണിയിലെ ഇടപാടുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ സാധ്യമാക്കുക. അടുത്തായിട്ട് റെഗുലേറ്ററി ഫങ്ഷൻസ് ഓഫ് സെബിയാണ്. സെബിയുടെ നിയന്ത്രണ ധർമ്മങ്ങളാണ്. രജിസ്റ്റർ ഓഫ് ബ്രോക്കേഴ്സ് ആൻഡ് സബ് ബ്രോക്കേഴ്സ് ആൻഡ് അതർ പ്ലെയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. രജിസ്ട്രേഷൻ ഓഫ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, പോർട്ട്ഫോളിയോ എക്സ്ചേഞ്ചസ്, അണ്ടർറൈറ്റേഴ്സ് ആൻഡ് മർച്ചന്റ് ബാങ്കേഴ്സ്. levying fees or other charges for carrying out the purpose of the act. And lastly, collect information about functioning of stock exchanges and undertake inspection, enquiries and audit of them. ഒന്നാമതായി ബ്രോക്കർമാരുടെയും സബ് ബ്രോക്കർമാരുടെയും രജിസ്ട്രേഷൻ നിർവഹിക്കുക. രണ്ടാമതായി കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളുടെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും രജിസ്ട്രേഷൻ നടത്തുക. മൂന്നാമതായി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ഓഹരി ബ്രോക്കർമാർ, മർച്ചന്റ് ബാങ്കുകൾ, അണ്ടർറൈറ്റർമാർ എന്നിവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. നാലാമതായി കർത്തവ്യ നിർവഹണത്തിനുള്ള ഫീസുകൾ, മറ്റ് ചാർജുകൾ എന്നിവ ഈടാക്കുക. അവസാനമായി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ഇടനിലക്കാർ എന്നിവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്നതിലൂടെയോ അന്വേഷണങ്ങളിലൂടെയോ ഓഡിറ്റിങ്ങിലൂടെയോ വിവരങ്ങൾ ശേഖരിക്കുക. Thank you for watching this video.